മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ കാട്ടാനകൾ വരുത്തിയത് 60 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണെന്ന് കർഷകർ പറയുന്നു. കാന്തല്ലൂർ മേഖലയിൽ കർഷകരുടെ വെളുത്തുള്ളി കൃഷി കാട്ടാനകൾ പൂർണ്ണമായും നശിപ്പിച്ചു. പുത്തൂർ ഗ്രാമത്തിൽ മാത്രമായി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ 100-ലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലം പരിശാക്കിയത്. 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ മുതൽ മുടക്കിയാണ് പല കർഷകരും കൃഷി ഇറക്കിയിരുന്നത്. തമിഴ്നാട്ടിലെ വടകുപെട്ടി, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന വെളുത്തുള്ളി വിത്തിന് 1 കിലോയ്ക്ക് 250 രൂപ മുതൽ 320 രൂപ വരെയാണ് വില. ഇതിന് പുറമെ കൃഷി ഇറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം. ഓണവിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ നാമാവശേഷമാക്കിയത്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് പറയുന്ന വാക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മേലെ വലിയ മന്ത്രിയും വലിയ ഉദ്യോഗസ്ഥരുമുണ്ട്. അവർ ഞങ്ങളുടെ ഒന്നും പറയുന്നില്ല. ആണെ സൂക്ഷിച്ച് നോക്കണമെന്നാ പറഞ്ഞേക്കണേ. ഞങ്ങളുടെ ഏത് സ്ഥലത്ത് പോയാലും ആണെ നോക്കിയോളെന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ കൃഷിയെല്ലാം ഉപയോഗിച്ച് തമിഴ്നാടോ എവിടെയോ പോയി പണിയെടുക്കാൻ പോകുക. പിള്ളേർ പഠിക്കാൻ കാശില്ല, കഞ്ഞി കുടിക്കാൻ കാശില്ല. ഇത് കൃഷി മാത്രം. ഞങ്ങൾക്ക് വേറെ ജോലിയേ അറിയില്ല. വേറെ മുതലാളികൾക്ക് പണമുണ്ട്, വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് റിസീവിട്ട് പണിയുന്നുണ്ട്. അവർക്കാണ് രാഷ്ട്രീയക്കാർ മൊത്തം, എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട്. കൃഷിക്കാരെ തിരിഞ്ഞു നോക്കില്ല. ഇനി നാളെ ഓണച്ചന്ത മറന്നുണ്ട് പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും രാഷ്ട്രീയക്കാരും ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ വെളുത്തുള്ളി ഉണ്ടോ ഇന്ന് മേടിക്കാൻ വരും. അവർ ആ സമയം ഏത് പച്ചക്കറിയാണ് കിട്ടും. ആണെ ഇവിടെ വന്ന് ഓടിച്ചു വിട്ട് എല്ലാം അതൊക്കെ ഒന്നും തിരിച്ചു പറയില്ല. പറയുടെ പറ്റി ഈ ഓണച്ചന്തയായിട്ട് കൃഷിക്കാരോ ഉദ്യോഗസ്ഥരെ വന്നാൽ ഇവിടെ നിന്ന് നാട് വിട്ട് വിരട്ടിയടിക്കും ഉദ്യോഗസ്ഥക്കാരെ. ഇത്തവണ വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. ഇതിനാൽ തന്നെ കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്തുവാനുള്ള തുക കണ്ടെത്തിയത്. ദിവസങ്ങളോളം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായി നശിപ്പിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.